ഏത് മുബാറക്. ഇതാണ് ഞങ്ങളുടെ പോളണ്ടിലെ ഒരു പ്രൊഫസർ. പുള്ളിക്ക് കുറച്ച് നാൾ കൊണ്ട് ഭയങ്കര ഒരു ആഗ്രഹം, നല്ല ഇന്ത്യൻ ബിരിയാണി കഴിക്കണമെന്ന്. അപ്പം ഞങ്ങൾ ചോദിച്ചു, എന്നാൽ പിന്നെ ഈദിന് ഞങ്ങൾ സാറിനെ ഇൻവൈറ്റ് ചെയ്താലോന്ന്. അപ്പോഴേ പുള്ളി പറഞ്ഞില്ലേ, യെസ് ഐ വിൽ ബി ദേർ. അപ്പോൾ ഹലോ എവ്രിവൺ. സ്കൂളിലും കോളേജിലൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്. നല്ല ഫ്രണ്ട്സ് ഉണ്ടാവുന്നതിനോടൊപ്പം തന്നെ നല്ല ടീച്ചേഴ്സിനെ, നല്ല ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള ടീച്ചേഴ്സിനെ കിട്ടുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ആ കാര്യത്തിൽ നമ്മൾ രണ്ടുപേരും നല്ല ബ്ലെസ്ഡ് ആണ് കേട്ടോ. ഞങ്ങളുടെ ആ ഒരു വലിയ ലിസ്റ്റിലെ ഏറ്റവും പുതിയ അഡീഷനാണ് ഈ ഇരിക്കുന്ന പ്രൊഫസർ പവേൽ സിമാൻസ്കി. ഇത്രയും കട്ടിയുള്ള പേരൊക്കെ ആണെങ്കിലും പക്ഷേ ഞങ്ങൾക്ക് പുള്ളി ഹീറ്റ് ട്രാൻസ്ഫർ പ്രൊഫസറാണ്. പുള്ളിക്കാരൻ ബിരിയാണി എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയാണ് ഈ അബൂ സുഫിയാൻ്റെ വെപ്രാളവും ബേജാറും. ഹൈദരാബാദ് എന്നുള്ള ബിരിയാണിക്കാണ് ടേസ്റ്റ് കൂടുതൽ എന്നാണ് പുള്ളിയുടെ ഒരു വെപ്പ്. അങ്ങനെ എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ അബൂ സുഫിയാൻ കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പെർഫോമൻസ് ഇവൻ്റ് ആണെങ്കിലും ഒരു 2-3 മണിക്കൂർ ലൈവിലിരുന്ന് എല്ലാ ഇൻസ്ട്രക്ഷൻസും കൃത്യമായിട്ട് ഉമ്മ ഹൈദരാബാദിൽ നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ കൃത്യം 3 മണിക്ക് നമ്മുടെ പ്രൊഫസറും നമ്മുടെ ക്ലാസ്മേറ്റ്സും പിന്നെ സ്പെഷ്യൽ ആയിട്ട് ഒരാളും കൂടി വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ പ്രൊഫസറിൻ്റെ മോൻ. ഇന്ന് ഇതൊക്കെ ആയതുകൊണ്ട് വെള്ളയൊക്കെയിട്ടാണ് നമ്മുടെ ഷെഫ് സെർവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവർ സ്പൈസസ് അധികം യൂസ് ചെയ്യാത്തതുകൊണ്ടും നമ്മളെ ബിരിയാണിയിൽ അത് വളരെ കുറവായിരുന്നതുകൊണ്ടും നമ്മൾ പ്രൊഫസറിൻ്റെ മോൻ്റെ മുഖം നല്ല തക്കാളി പോലെ ചുവന്ന് വരുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ അവർ ഐസ്ക്രീമും സാലഡും ഒക്കെ കൊടുത്താണ് പഴയ പോലെ ആക്കിയത്. ഫുഡ് കഴിച്ചാൽ പിന്നെ കുറച്ച് കൊച്ചു വർത്താനം വേണമല്ലോ. അങ്ങനെ നമ്മൾ നമ്മുടെ നാടിനെ പറ്റിയും പുള്ളിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞ് സമയം പോയി സത്യമായിട്ട് അറിഞ്ഞില്ല. ബൈ ദ വേ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ അബുവിൻ്റെ ബിരിയാണി കിട്ടില്ലായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. കാര്യം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പുള്ളി നമ്മളോടൊപ്പം നമ്മുടെ ഡോമിൽ വന്നിട്ട് ഒരുമിച്ചിരുന്ന് ബിരിയാണി കഴിക്കുമെന്നൊക്കെ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമല്ല. പക്ഷെ പുള്ളി വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അങ്ങനെയുള്ളവരെ കിട്ടുന്നതും നമ്മുടെ ലൈഫിൽ വലിയൊരു ഭാഗ്യമാണ്. ആൻഡ് when we are leaving from Poland, we'll definitely miss him so much. And കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു ഈവനിങ് അങ്ങനെ അവസാനിച്ചു. അപ്പോൾ പുതിയ കഥകളായിട്ട് we'll see you before the next blur. Bye bye.